ഒരാളെയും പറ്റിക്കാൻ പാടില്ല. ഇബ്നുൽ ഹാജി റളിയല്ലാഹു അൻഹു തന്റെ മദ്ഖലിൽ പറയുന്നുണ്ട് ചില കച്ചവടക്കാര് നടത്തുന്ന തട്ടിപ്പിനെ കുറിച്ച്. എന്താ അവര് പറയാ? കസ്റ്റമറെ പറ്റിക്കും വിധത്തിൽ അവര് കമന്റ് അടിക്കും. എന്താ പറയാ? ഈ സാധനം നാട്ടിൽ എവിടെയും കിട്ടാത്തതാണ്, ഞാൻ വളരെ അധ്വാനിച്ചിട്ട് കൊണ്ടുവന്നതാണ്, നിങ്ങൾക്കായതുകൊണ്ടാണ് ഈ വിലക്ക് ഞാൻ തരുന്നത്, ഞാനും നിങ്ങളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ പേരിലാണ്, ഇതാരോടും നിങ്ങൾ പറയാനും പാടില്ല എന്ന് പറഞ്ഞ് ഫുൾ കമൻ്റ് ആയിരിക്കും. പച്ച കളവായിരിക്കും അയാൾ പറയണത്. ആ കച്ചവടം പച്ച ഹറാമായിട്ടാണ് മഹാനവറുകൾ അവിടെ പരിചയപ്പെടുത്തുന്നത്. ഇത് എവിടെയും കിട്ടൂല, നാട്ടിൽ നിന്ന് എവിടെയും. താഴ്വാന്ന് കൊടുന്നതാ, ഡൽഹിയിൽ നിന്ന് കിട്ടിയതാ. ചില ഇടങ്ങളിലൊക്കെ ഇതിന്റെ വിലകേട്ടങ്ങൾ ഞെട്ടും എന്നിങ്ങനെ കമന്റ് അടിക്കുക അയാൾ. ഈ സമ്പാദ്യം കൊണ്ട് നീ മക്കളെ പോറ്റിയാൽ എങ്ങനെയാ മക്കൾ സ്വാലിഹീങ്ങളാവുക എന്ന് ഇമാം ഇബ്നു ഹജർ തങ്ങൾ തൻ്റെ സവാജിറിൽ ചോദിക്കുന്നുണ്ട്. നിന്റെ ഭാവിയിലുള്ള തലമുറ നന്നാവണമെങ്കിൽ നീ ഇപ്പോൾ നടത്തുന്ന കച്ചവടം പൂർണ്ണമായും ഹലാലായിരിക്കണം. ഏതെങ്കിലും ഒരു മനുഷ്യനെ പറ്റിച്ചാൽ, വഞ്ചിച്ചാൽ, അയാളെ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടിച്ചാൽ നമ്മുടെ മരണമാണ് മോശാവുക എന്ന വിചാരം നമുക്കുണ്ടാവണം. ഒരാളെയും വേദനിപ്പിക്കരുത്, വഞ്ചിക്കരുത്.